യുഎസിലേക്കുള്ള അരി ഇറക്കുമതിക്ക് പുതിയ താരിഫ് ചുമത്തുമെന്ന സൂചന നൽകി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ എന്തിനാണ് ഇത്രയും അരി ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നതെന്നായിരുന്നു ട്രംപിന്റെ പരാമർശം. അരി ഇറക്കുമതി അമേരിക്കൻ കർഷകർക്ക് വരുമാന നഷ്ടമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇന്ത്യയുമായി വ്യാപാര കരാർ ചർച്ച നടക്കുന്നതിനിടെയാണ് ട്രംപ് താരിഫ് ഭീഷണി മുഴക്കിയത്. അമേരിക്കയിലെ ആഭ്യന്തര കർഷകരുടെ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുന്ന യോഗത്തിലാണ് ഇന്ത്യയുടെ പേരെടുത്ത് പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് വിമർശനം ഉന്നയിച്ചത്. ഇന്ത്യ, തായ്ലൻഡ്, ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ഗുണനിലവാരമില്ലാത്ത ബസുമതി അരി അമേരിക്കയിലേക്ക് തള്ളുകയാണെന്നും ഇതിന് അനുമതി ഉണ്ടോ എന്നും കെന്നഡി റൈസ് മിൽ സിഇഒ മെറിൽ കെന്നഡി ചോദിച്ചു. ഇതിന് യുഎസ് ട്രഷറി സെക്രട്ടറിയോട് ട്രംപ് മറുപടി തേടിയപ്പോൾ ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ച നടക്കുകയാണല്ലോ എന്നാണ് സെക്രട്ടറി സ്കോട്ട് ബെസന്റ് മറുപടി പറഞ്ഞത്. എന്തിനാണ് ഇന്ത്യ ഇവിടെ അരി കൊണ്ടുവന്ന് തള്ളുന്നത് എന്ന് ചോദിച്ച ട്രംപ് അതിന് താരിഫാണ് നല്ല മാർഗമെന്നും വ്യക്തമാക്കി. വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളും ഗുണനിലവാരം കുറഞ്ഞ അരി ഇറക്കുമതി ചെയ്യുന്നതായി മെറിൽ കെന്നഡി യോഗത്തിൽ പറഞ്ഞു. കാനഡയിൽ നിന്നുള്ള രാസവളത്തിന്റെ ഇറക്കുമതിയിലും അധിക നികുതി ഏർപ്പെടുത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഗുണനിലവാരമില്ലാത്ത കാർഷിക ഉൽപ്പന്നങ്ങൾ എത്തുന്നു എന്ന ആക്ഷേപം ശക്തമാണ് യുഎസിൽ. ഇതുമൂലം ആഭ്യന്തര കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. ട്രംപിന്റെ പുതിയ താരിഫ് നിർദ്ദേശം ഇന്ത്യൻ അരി കയറ്റുമതിക്ക് വീണ്ടും തിരിച്ചടിയായേക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.